ഫെബ്രുവരി 13 രാഷ്ട്രപതി ഭരണം ഒരു വർഷം പൂർത്തിയാവുന്ന മണിപ്പൂരിൽ ജനകീയ സർക്കാർ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്രം നടത്തിവരികയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ. മണിപ്പൂർ നിയമസഭ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെയും നേതൃത്വത്തിൽ 2 സുരക്ഷാ അവലോകന യോഗങ്ങൾ നടന്നു. 2020 വടക്കുകിഴക്കൻ ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികളിൽ ഒരാളായ ഗുൽഫിഷ ഫാത്തിമ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതായി ജയിൽ വൃത്തങ്ങൾ അറിയിച്ചു. സുപ്രീം കോടതിയിൽ നിന്നുള്ള ജാമ്യത്തെ തുടർന്ന് ഡൽഹി കോടതി അവരെ വിട്ടയക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ച് മണിക്കൂറുകൾക്കു ശേഷമാണ് ഇത് സംഭവിച്ചതെന്ന് ജയിൽ വൃത്തങ്ങൾ അറിയിച്ചു. ഉപരോധ ലംഘനങ്ങൾ ആരോപിച്ച് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈന്യം പ്രഖ്യാപിച്ചു. ഇതോടെ അമേരിക്കൻ സേനയുടെ നിരവധി ആഴ്ചകളായി തുടരുന്ന പിന്തുടരൽ അവസാനിച്ചു. വെനസ്വേലയ്ക്ക് സമീപം കയറാതെ രക്ഷപ്പെട്ട കപ്പൽ പിടിച്ചെടുത്തത് ആഭ്യന്തര സുരക്ഷാ വകുപ്പും US സൈനികരും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണെന്ന് മേഖലയുടെ ഉത്തരവാദിത്വമുള്ള US യൂറോപ്യൻ കമാൻഡ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. 2027 ജനസംഖ്യാ സെൻസസിന്റെ ആദ്യഘട്ടം ഈ വർഷം ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടക്കുമെന്ന് രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയും പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറഞ്ഞു. ഓരോ സംസ്ഥാനത്തും 30 ദിവസത്തെ കാലയളവിൽ HLO ഘട്ടം നടത്തും. നിർദ്ദിഷ്ട തീയതികൾ സംസ്ഥാനങ്ങൾ അറിയിക്കും. HLO ഘട്ടം ആരംഭിക്കുന്നതിന് 15 ദിവസം മുമ്പ് സ്വയം എണ്ണൽ ഓപ്ഷൻ ലഭ്യമാകും.